ഇത്തവണ വാശിയേറിയ മത്സരം നടക്കുന്ന നിരവധി ലോക്സഭാ മണ്ഡലങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നും തികച്ച സ്പെഷ്യലാണ് കണ്ണൂർ മണ്ഡലം. CPM കോട്ടയെന്ന എതിരാളികൾ പോലും സമ്മതിക്കുന്ന ജില്ലയാണ് കണ്ണൂർ. ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾ വിജയിക്കാറുണ്ടെങ്കിലും അതൊന്നും കണ്ണൂരിലെ ചുമപ്പിന്റെ പകിട്ടിനെ ബാധിക്കാറില്ല. ജില്ലയിലെ ബഹുഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. MLA-മാരുടെ എണ്ണത്തിലും മുഖ്യ മേധാവിത്വമാണ് ഇടതുപക്ഷത്തിനുള്ളത്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാമ്പ്ര എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. ഇവയിൽ ഇരിക്കൂറും പേരാവൂറും മാത്രമാണ് കോൺഗ്രസ് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഏറെക്കാലം കൈവശം വച്ചിരുന്ന കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ പോലും CPM പിന്തുണയിൽ ഇടത് സഖ്യകക്ഷിയായ കോൺഗ്രസ് സെക്കുലറാണ് ജയിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാ മണ്ഡലങ്ങളിൽ നിന്നും CPM MLA-മാരാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം നൽകിയ കരുത്തുമായാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം നേരിടുന്നത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ MV ജയരാജൻ കളത്തിലിറങ്ങിയതോടെ മുൻ തീരുമാനം മാറ്റി K സുധാകരന് മത്സരിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. MV ജയരാജനോട് മുട്ടാൻ K സുധാകരന് ആത്മവിശ്വാസം കുറവുണ്ടായിരുന്നെങ്കിലും മണ്ഡലം കൈവിട്ടു പോകുമെന്ന ഭയത്തിൽ KPCCയും AICയും നിർബന്ധിച്ചതോടെ സുധാകരൻ വഴങ്ങുകയാണ് ഉണ്ടായത്. എങ്കിലും 2019 വൻ വിജയം ഇത്തവണ സുധാകരൻ ആവർത്തിക്കുമോ എന്ന കാര്യത്തിൽ പ്രതിപക്ഷത്ത് തന്നെ നല്ല സംശയമുണ്ട്. 2019 ഇമേജ് K സുധാകരൻ ഇപ്പോൾ നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനവസരത്തിലുള്ള പദപ്രയോഗവും മോൻസൺ മാവുങ്കൽ കേസുമെല്ലാം ശരിക്കും പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല KPCC അധ്യക്ഷനാകുന്നതിന് മുൻപ് കോൺഗ്രസിലും UDFിലും സുധാകരന് കിട്ടിയിരുന്ന പരിഗണന അണികളും അനുഭാവികളും ഇപ്പോൾ അദ്ദേഹത്തിന് നൽകുന്നുമില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കോൺഗ്രസിന് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ഉയർത്തിക്കാട്ടാനുള്ള പേര് സുധാകരൻ്റേത് മാത്രമാണ്. UDFിലെ സ്ഥിതി ഇതാണെങ്കിൽ ഇടതുപക്ഷത്തെ സ്ഥിതി വ്യത്യസ്തമാണ്. അണികൾക്കും അനുഭാവികൾക്കും ഒരേ സമയം സ്വീകാര്യനും ആവേശവുമാണ് MV ജയരാജൻ. മുൻകാലത്തേക്കാൾ നല്ല ഇമേജ് നിലവിൽ കണ്ണൂരിൽ ഈ കമ്മ്യൂണിസ്റ്റിനുണ്ട്. പൊതുസമൂഹത്തിനിടയിൽ മതിപ്പുള്ളതിനാൽ ഇത്തവണ ജയരാജൻ കണ്ണൂരിൽ വിജയിക്കുമെന്ന് തന്നെയാണ് CPM നേതൃത്വം വിശ്വസിക്കുന്നത്. 1977 CPIയിലെ CK ചന്ദ്രപ്പനായിരുന്നു ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിരുന്നത്. ഇതിനുശേഷം 80 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ K കുഞ്ഞമ്പു ലോക്സഭയിലെത്തി. 84 മുതൽ പിന്നീട് അങ്ങോട്ട് 5 വട്ടം കോൺഗ്രസിന്റെ മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു കണ്ണൂർ മണ്ഡലത്തിലെ MP. എന്നാൽ AP അബ്ദുള്ളക്കുട്ടിയിലൂടെ CPM 99 2004 കണ്ണൂർ മണ്ഡലം തിരിച്ചുപിടിക്കുകയുണ്ടായി. SFI സംസ്ഥാന പ്രസിഡന്റായിരിക്കെ 99 നടന്ന തിരഞ്ഞെടുപ്പിൽ SFIയുടെ കേന്ദ്രീകൃത പ്രവർത്തനവും അബ്ദുള്ളക്കുട്ടിക്ക് ഗുണമായി മാറുകയാണ് ഉണ്ടായത്. ഇതിനുശേഷം 2009 കോൺഗ്രസിന്റെ K സുധാകരനാണ് കണ്ണൂരിൽ നിന്ന് വിജയിച്ചിരുന്നത്. 2014 വീണ്ടും വിജയം CPMനായിരുന്നു. PK ശ്രീമതിയാണ് ആ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. പിന്നീട് 2019 രണ്ടാം തവണയും K സുധാകരൻ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. സുധാകരന്റെ ഈ വിജയത്തിൽ രാഹുൽ ഭക്തും വലിയ പങ്കാണ് വഹിച്ചിരുന്നത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ K സുധാകരന് സിറ്റിംഗ് MP PK ശ്രീമതി ടീച്ചർ തമ്മിലായിരുന്നു പ്രധാന പോരാട്ടം നടന്നിരുന്നത്. CK പത്മനാഭനായിരുന്നു BJP സ്ഥാനാർത്ഥി. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ K സുധാകരന് 9459 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. K സുധാകരന് 5,29,741 വോട്ടുകളും PK ശ്രീമതിക്ക് 4,35,182 വോട്ടുകളും CK പത്മനാഭന് 68,059 വോട്ടുകളുമാണ് 2019 ലഭിച്ചിരുന്നത്. UDF വിജയിച്ച ലോക്സഭാ മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം വെച്ച് നോക്കുമ്പോൾ ഇതിൽ വലുതും പുതുമയൊന്നും കാണാൻ സാധിക്കുകയില്ല. വയനാട്ടിൽ രാഹുൽ മത്സരിച്ചതും പ്രധാനമന്ത്രിയാകുമെന്ന പ്രചാരണമാണ് കേരളത്തിൽ UDFന് അനുകൂലമായ ട്രെൻഡ് സെറ്റ് ചെയ്യപ്പെടാൻ കാരണമായിരുന്നത്. എന്നാൽ 2024 സ്ഥിതി അതല്ല. ഇപ്പോൾ രാഹുൽ പ്രധാനമന്ത്രിയാകുമെന്ന പ്രതീക്ഷയൊന്നും ജനങ്ങൾക്കിടയിൽ ശക്തമല്ല. വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്നതിന് ഇത്തവണ ഇടതുപക്ഷം വലിയ പ്രാധാന്യവും നൽകുന്നില്ല.